ഹലോ, ഞാൻ നിങ്ങളുടെ അയാന അമ്മു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് കേട്ടോ. ശബ്ദത്തിൽ ഇടയ്ക്ക് ചില പ്രശ്നങ്ങളുള്ളതായിട്ട് ഞാൻ കണ്ടു. സോറി കേട്ടോ. എന്താ അറിയില്ല, മൈക്രോഫോണിൻ്റെ പ്രശ്നമാവാം. അതങ്ങോട്ട് ക്ഷമിക്കുക കേട്ടോ. ഞാൻ നമുക്ക് ശരിയാക്കാൻ നോക്കാം. അപ്പോൾ നേരെ അങ്ങ് തുടങ്ങിയാലോ. എൻ്റെ 2 വീലറിൽ ഞാൻ മമ്മിയെ എസ്റ്റേറ്റിൽ കൊണ്ടുപോകുകയാണ്. എൻ്റെ പപ്പയാണ് എസ്റ്റേറ്റിലെ മാനേജർ. കുറേ സ്ഥലമുണ്ട് ഇവിടെ. അതിൽ പല കൃഷിയുണ്ട്. അതിനു പുറമെ പശുവും ആടും ഒക്കെ ഉണ്ട്. അതൊക്കെ നോക്കാൻ 20ഓളം പണിക്കാരും. എല്ലാം ബംഗാളികളാണ്. തോട്ടം മാനേജറാണ് എൻ്റെ പപ്പ. എൻ്റെ പപ്പ ജോർജ്. മമ്മി ചില ദിവസം എസ്റ്റേറ്റിൽ വരും. അത് മുതലാളി വരുന്ന ദിവസം. മുതലാളിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനാണ് മമ്മി വരുന്നത്. മമ്മിയുടെ പേര് ജേഴ്സി. ഞാൻ അഞ്ജു. എനിക്കൊരു അനിയനുണ്ട്. അവൻ +2 പഠിക്കുന്നു. ഇന്നലെ മുതലാളി വന്നിരുന്നു. അയാളും അയാളുടെ ഡ്രൈവറും കൂടിയാണ് വന്നത്. അവർ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. അവിടെ ഒരുപാട് ബിസിനസ് ഉണ്ട്. ഇടയ്ക്ക് ഇങ്ങോട്ട് വരും. ചില ദിവസം ഫാമിലി ആയിട്ടും. അയാളുടെ മക്കൾ വിദേശത്ത് പഠിക്കുക. ചില ദിവസമൊക്കെ ഭാര്യയും കൂടെ വരാറുണ്ട്. മുതലാളിയുടെ പേര് വർക്കിന്ന. ഞങ്ങൾ സാറെന്നാണ് വിളിക്കാറ്. ചിലപ്പോൾ വർക്കിച്ചായെന്ന് വിളിക്കും. ഞാൻ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായിട്ട് നിൽക്കുക. എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു പ്രണയം ഉണ്ടായിരുന്നു. പഠിത്തം കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. രജിസ്റ്റർ മാരേജും ചെയ്തു. പക്ഷേ അവൻ്റെ അമ്മ പറയുന്നത് മാത്രം കേൾക്കൂ. എവിടെയെങ്കിലും പോകണമെങ്കിൽ പോലും അവൻ്റെ അമ്മയുടെ അനുവാദം വാങ്ങണം. എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിലും അവൻ്റെ അമ്മയോട് പറയും. അവർ സമ്മതിച്ചാൽ വാങ്ങിത്തരും. ഒരമ്മയുടെ പൊന്നു മോനെ. 3 മാസം ഞാൻ സഹിച്ചു. ഒടുവിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എറണാകുളത്തൊരു സ്ഥാപനത്തിൽ ചെറിയൊരു ജോലിക്ക് കയറി. ഇത് വീട്ടിലറിഞ്ഞു. അങ്ങനെ വീട്ടുകാരെന്നെ വിളിച്ചു. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്. അങ്ങനെ ഞാനും മമ്മിയും എസ്റ്റേറ്റിലെത്തി. മമ്മി അകത്തേക്ക് കയറിപ്പോയി. രാവിലെ തന്നെ പപ്പ അവിടെ വന്നിരുന്നു. പപ്പ സാറായിട്ട് അകത്ത് ഓഫീസ് റൂമിലിരുന്ന് കണക്ക് പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട്. പുറത്ത് സാറ് വന്ന വണ്ടി ഡ്രൈവർ ചേട്ടൻ കഴുകുന്നുണ്ട്. ഇസൂസ്. ആ ഡ്രൈവർ എന്നെ നോക്കിയെന്ന് ചിരിച്ചു. ഞാൻ തിരിച്ചു. അയാൾക്ക് നല്ല പ്രായമുണ്ട്. ഒരു മെലിഞ്ഞിട്ട. ഇതിനു മുൻപ് വന്നിരുന്ന ചേട്ടൻ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. ഇയാളെ ഞാൻ പരിചയപ്പെട്ടു. ആളുടെ പേര് പറഞ്ഞു, ചാക്കോ. ഞാനും എന്നെ പരിചയപ്പെടുത്തി. എന്നിട്ട് ഞാൻ അകത്തേക്ക് പോയി. മമ്മി അകത്ത് കിച്ചണിൽ പണി തുടങ്ങി. ഞാനും സഹായത്തിന് കൂടി. ഇന്ന് മമ്മി നല്ല പോലെ മേക്കപ്പൊക്കെ ചെയ്തിട്ടാണ് വന്നത്. മുതലാളി വരുന്ന ദിവസം മമ്മി അങ്ങനെയാണ്. കുറച്ച് കഴിയുമ്പോൾ പപ്പ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടും. എന്നിട്ട് മമ്മിയായിട്ട് പരിപാടി നടത്താനങ്ങ് തുടങ്ങും. ഇത് ഞാൻ ചെറുപ്പത്തിൽ അറിഞ്ഞതാ. അതുമാത്രമല്ല, ഇവരുടേത് ഞാൻ കണ്ടിട്ടുമുണ്ട്. ഒരു 2 വർഷം മുൻപ് ഒരു ദിവസം ഞാൻ എസ്റ്റേറ്റിൽ വന്ന് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ബംഗ്ലാവിൻ്റെ പരിസരത്ത് ആരുമില്ല. ഞാൻ ഇവിടെ വരാറുള്ളത് കൊണ്ട് എനിക്കിവിടെ ഭയങ്കര സ്വാതന്ത്ര്യമാണ്. ഞാൻ വന്നപ്പോൾ ഹാളിലേക്ക് കയറി. അകത്തെ മുറിയിൽ നിന്ന് ചിരിയും കളിയും ഒക്കെ കേൾക്കാം. ഞാൻ മെല്ലെ അങ്ങോട്ട് നോക്കി. വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. മമ്മിയുടെ മേളിൽ കിടന്നിട്ട് ആളിങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുക. ആളണയൊന്നും ഇട്ടിട്ടില്ല. മമ്മി നല്ല രീതിക്ക് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ എന്തായിരുന്നു പണിയെന്ന്. നല്ല പണി തന്നെയാണ്. എന്താ പറയുക, വർക്കിച്ചായ അങ്ങാങ്ങീങ്ങോ എന്നൊക്കെയുള്ള വിളികളൊക്കെ അല്ലേ, അതൊക്കെ കേൾക്കാം. അപ്പോൾ വർക്കിച്ചായൻ പറയുക, നിനക്കിട്ട് തരാൻ വേണ്ടി മാത്രം ഈ തോട്ട് ഇപ്പോഴും ഞാൻ നിൻ്റെ കെട്ടിയനെ നോക്കാൻ ഏൽപ്പിച്ചേക്കുന്നതെന്നൊക്കെ, അയാളെ മാനേജറാക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ മമ്മി പറയുക, അതെനിക്കറിയാം അച്ചായാന്ന്. അപ്പോൾ മമ്മി കൂട്ടത്തിൽ പറയുക, അച്ചായൻ വരുമ്പോഴാണ് എനിക്ക് ആകെ ഒരു സുഖം കേട്ട. എന്താ പറയുക, ഞാൻ ശരിക്കും സ്വർഗത്തിലെത്തുക അച്ചായൻ വരുമ്പോൾ മാത്രമാണ്. അപ്പോൾ അച്ചായൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ കെട്ടിയാൻ തരാറില്ലേ എന്നൊക്കെ. തരാറൊക്കെ ഉണ്ട്. ഒരു 4-5 പ്രാവശ്യം ആക്കുമ്പോൾ തന്നെ ആൾക്കങ്ങ് പോയി കിട്ടുക അച്ചായ. അപ്പോൾ സാറ് ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വാതിലിൽ ഒളിഞ്ഞു നിന്ന് അവരുടെ സംസാരവും കേട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ കണ്ടു. സാറ് ചിരിക്കുന്നതൊക്കെ കണ്ടു. അങ്ങനെ അത് മൊത്തം കണ്ടു എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച്.
അങ്ങനെയാ ഇളകി നടന്ന് ആ സനീഷുമായിട്ട് പ്രണയത്തിലായതും വിവാഹം കഴിച്ചതും പിന്നീട് പിരിഞ്ഞതും. ഇതൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ മമ്മിയെ സഹായിക്കുമായിരുന്നു കോഴിയിറച്ചി കറി വെക്കാനായിട്ട്. എന്നാടി ആലോചിക്കുന്നേ? പെട്ടെന്നാട്ടെ പെണ്ണെ, മമ്മി പറഞ്ഞു. ഞാൻ മമ്മിയെ നോക്കിയെന്ന് ചിരിച്ചു. മമ്മി പാത്രം കഴുകുന്നു. വെള്ള കളർ നൈറ്റൊക്കെ ഇട്ടേക്കണേ. അതിൽ ഇങ്ങനെ കുത്തു കുത്തു പൊട്ടുകളൊക്കെ ഉണ്ട്. അകത്തിട്ടേക്കുന്നതൊക്കെ തെളിഞ്ഞ് കാണാം. ഞാൻ മമ്മിയോട് ചോദിച്ചു, എന്നാ മമ്മി ഇത്ര ധൃതി? എടി, സാറിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, അറിയോ? അല്ലേ സാർ തിന്ന് കളയും. മമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ മനസ്സിലോർത്തു, അല്ലെങ്കിലും തിന്നാറുണ്ടല്ലോ എന്ന്. ഞാൻ അറിയാതെ ചിരിച്ചു പോയി. അപ്പം മമ്മി എന്നാടി ചിരിക്കുന്നേ? ഒന്നുമില്ല മമ്മി. എടി, സമയം 9 മണിയാകാറേ. നീ പെട്ടെന്ന് ഈ അപ്പം ചുട്ടേ. ഞാൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മമ്മി സാറിന് അപ്പമാണോ ഇഷ്ടം? അതേടി, സാറിന് രാവിലെ അപ്പം വേണം. മമ്മിയുടെ ചൂടുള്ള അതായിരിക്കും ഭയങ്കര ഇഷ്ടം. മമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടി, സാറിന് ഇവിടെ വരുമ്പോൾ രാവിലെ ഞാൻ തന്നെ ഉണ്ടാക്കിയ അപ്പം വേണം. അതെ അതെ. ഞാൻ ചിരിച്ചു. എടി, ഞാൻ സാറിന് ചായ കൊടുത്തിട്ട് വരാം. മമ്മി ചായയായിപ്പോയി. പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എടി, അവിടെ സാറ് ഭയങ്കര ചൂടില്ല, പപ്പയുടെ കലിപ്പില്ല. അതെന്നാ മമ്മി കാര്യം? എന്തോ കണക്കി പ്രശ്നം കാണും, അതായിരിക്കും. ഞാൻ മെല്ലെ ഓഫീസ് റൂമിൻ്റെ അടുത്ത് ചെന്ന് നിന്നു. അകത്തേക്ക് നോക്കാതെ സൈഡിൽ നിന്നു. പപ്പയോട് സാറ് പറയുന്നുണ്ട്, എടോ, താൻ ആദ്യം ഓഡിറ്റിങ്ങിന് ചെല്ല്. അത് കഴിഞ്ഞ് പഞ്ചായത്തിൽ കയറിയിട്ട് ആ സബ്സിഡിയുടെ കാര്യം ഒന്ന് അന്വേഷിക്കണം. അത് സാറേ, ഞാൻ മിക്ക ദിവസവും അന്വേഷിക്കുന്നുണ്ട്, പപ്പ പറഞ്ഞു. എടോ, ഞാൻ മെമ്പറെ വിളിച്ചിട്ടുണ്ട്, താനങ്ങ് ചെന്നാൽ മതി. അവരുടെ സംസാരം ഞാൻ കേട്ടു നിന്നു. എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പ പോയി. ഹാളിൽ നിന്ന് സാറ് വിളിച്ച് ചോദിച്ചു, ജെസി, ഫുഡായോ? മമ്മി ഹാളിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഫുഡ് റെഡിയാ. ഞാൻ അങ്ങോട്ടൊന്ന് ഒളിഞ്ഞു നോക്കി. അപ്പോൾ പെട്ടെന്നൊരു പ്രകടനം അവിടെ നടന്നു. അപ്പം മമ്മി പറയുന്നുണ്ട്, അച്ഛാ വിട്ടെ, പെണ്ണ് കിച്ചണിലുണ്ടെന്ന്. അവളെ കൂടി വിളിക്കടി, ഞാൻ നിന്നെ ഇതാക്കുന്നത് അവളൊന്ന് കാണട്ടെ എൻ്റെ ജേഴ്സി. അച്ഛാ വീട് പ്ലീസ്, മമ്മി കൊഞ്ചി പറഞ്ഞു. സാറ് ചിരിച്ചു കണ്ട് മമ്മി കൂടുതൽ ചേർത്ത് നിർത്തി. എന്നിട്ട് ആ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇതാക്കി. എന്നിട്ട് എന്തായിരിക്കും ചെറിയ ചെറിയ പരിപാടികൾ. ഇതൊക്കെ ഞാൻ പലതവണ കണ്ടിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ ഞാൻ എൻ്റേത് ചെറുതായിട്ടൊന്ന് ഇതാക്കും. മമ്മിയെ സാർ ഓരോന്നിതാക്കുന്നത് ഒരു രസമുള്ള കാഴ്ച തന്നെയായിരുന്നു. മമ്മിയുടെ കൊഞ്ചലും സാറിൻ്റെ തമാശയും ചിരിയും അതൊക്കെ ഒരു രസമാണ്. പപ്പ ഒരിക്കലും മമ്മിയോട് റൊമാൻറ്റിക് ആവുന്നത് ഞാൻ കണ്ടിട്ടില്ല. പപ്പയുടെ വായിൽ എപ്പോഴും മുറുക്കാൻ കാണും, അല്ലെങ്കിൽ ഹിന്ദിക്കാരുടെ കയ്യിലുള്ള ആ പാനൈറ്റല്ലേ അത്, പല്ലൊക്കെ ചുവന്ന നിറ. അതുകൊണ്ടായിരിക്കും മമ്മി അടുപ്പിക്കാത്തത്. പക്ഷേ സാറങ്ങനല്ല കേട്ടോ. 55 വയസ്സുള്ള ആളാണ്. നല്ല ആരോഗ്യമുള്ള ശരീരം, കൊമ്പ മീശയും കട്ടിയുള്ള തലമുടിയും കഴുത്തിലൊരു മുഴുത്ത മാലയും കൈ നല്ല കട്ടിക്കുള്ളൊരു ബ്രേസ്ലെറ്റും. ശരിക്കും ഒരു അച്ചായൻ ലുക്ക്. ഇവിടെ വരുമ്പോൾ കൂടുതലും ടീഷർട്ടും ഷോർട്സൊക്കെ തന്നെയാണ്. ഞാനിങ്ങനെ അവരെ ഒളിഞ്ഞു നോക്കി നിൽക്കുകയാണ്. മമ്മിയും സാറും കൂടി അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയോ? അതൊന്നും നമുക്കിവിടെ പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് പരിമിതിയില്ലല്ലേ. അപ്പം നല്ല പച്ചക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പൊക്കെ വന്നോളൂ കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ കുറേ കഥ കേൾക്കും, അതും നല്ല രീതിക്ക്. എങ്ങനെ ഓരോ കുസൃതി ഒപ്പിക്കുന്നതിനിടയ്ക്ക് മമ്മി ഒഴിഞ്ഞു മാറി ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ടങ്ങ് വന്നു. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറി. മമ്മി എൻ്റെ അടുത്ത് വരുമ്പോൾ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. എടി, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോ, സാറിരുന്നു, മമ്മി പറഞ്ഞു. ഞാൻ മമ്മിയൊന്ന് നോക്കി. മമ്മിയുടെ മുഖത്തും അവിടെയൊക്കെ ആയിട്ട് ചെറിയ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. മമ്മി ഫുഡായിട്ട് ചെന്നു. കൂടെ ഞാനും. എന്നെ കണ്ടിട്ട് സാറൊന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ അഞ്ചു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനന്ന് ചിരി പാസ്സാക്കി. അല്ല മോളെ, നീ അവനെ ഉപേക്ഷിച്ചില്ലേ? ഡിവോഴ്സായി സാറേ. മമ്മി പറഞ്ഞു. അത് നന്നായി മോളെ, സഹരിച്ചു പോകാൻ പറ്റിയില്ലേ പിരിയുക, അതന്നെയാണ് വേണ്ടത്. സാറ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
മമ്മി ഫുഡ് വിളമ്പിക്കൊടുത്തു. സാറ് കഴിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, അല്ല ഇനി എന്താ മോളുടെ പ്ലാൻ? എന്തെങ്കിലും നോക്കണം സാറേ. ഞാൻ പറഞ്ഞു, നീ ബികോം അല്ലേ? അതെ. എന്നാ ഞാൻ നിനക്കൊരു പണി തരട്ടെ? ഇവക്കൊരു പണി കൊടുത്താൽ ഉപകാരമാകും സാറേ, മമ്മി സാറിനോട് പറഞ്ഞു. സാറ് മമ്മിയെ നോക്കി ചിരിച്ചു. മമ്മി തിരിച്ചു. എന്നിട്ട് സാറ് പറഞ്ഞു, മോളെ നിൻ്റെ പപ്പയ്ക്ക് പല കാര്യവും ഓർമ്മയില്ല. അതുകൊണ്ട് നീയും കൂടി ആളുടെ കൂടെ ഇവിടെയുള്ള കാര്യം നോക്കണം. കൃത്യമായിട്ട് കണക്കെഴുതണം. പണിക്കാരുടെ കാര്യം നിൻ്റെ പപ്പ നോക്കിക്കോളും. ബാക്കി കാര്യം നീ നോക്കാവോ? എനിക്ക് സമ്മതമാണ് സാറേ, മമ്മി പറഞ്ഞു. ശരി, സാറ് പറഞ്ഞ പോലെ ചെയ്യാം. ഞാനും പറഞ്ഞു. എന്നാ നിനക്ക് ചെറിയൊരു ശമ്പളം ഞാൻ തരാം. എനിക്ക് സന്തോഷമായി. സാറ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ജെസ്സി ഞാൻ മോളെ അങ്ങ് അപ്പോയിൻമെൻറ്റ് ചെയ്യുക. ഓ സാറിൻ്റെ ഇഷ്ടം. മമ്മി നോക്കി സാറൊന്ന് കണ്ണടച്ച് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനും പെണ്ണും കൂടി തോട്ടത്തിൽ കൂടി പോയിട്ടൊന്ന് വരാം. മമ്മി ചിരിച്ചു. അപ്പോഴേക്കും നീ ലഞ്ചൊന്ന് തയ്യാറാക്കി വെക്ക്. പോവാം മോളെ. ആ ഞാൻ റെഡിയാ സാർ. മിടുക്കി. സാറ് ചിരിച്ചു. മോളിറങ്ങിക്കോ, ഞാനിപ്പോൾ വരാം. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. കുറച്ചേരം മുറ്റത്ത് നിന്നു. പുറത്തേക്കൊക്കെ നോക്കി നടന്നു. സാറിനെ കാണുന്നില്ല. ഞാൻ മെല്ലെ അകത്തേക്ക് ശബ്ദം ഒന്നും ഉണ്ടാക്കാതെ ചെന്നു. കിച്ചണിൽ മമ്മിയായിട്ട് ആള് ചെറുതായിട്ട് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആകെ അങ്ങോട്ട് ഇളകി. ഞാൻ എൻ്റെ ഫ്രോക്കിന് മേളിൽ കൂടി ഒന്ന് പതിയെ ഇതാക്കി. എന്നിട്ട് മമ്മി ഇതാക്കി സാറ് പറഞ്ഞു, തിരിച്ചു വന്നിട്ട് നിനക്കിട്ട് തരാടി മുത്തേന്ന്. അച്ഛാ എനിക്ക് നല്ല രീതിക്ക് നിൽക്കുക. അപ്പോൾ സാറൊന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതൊക്കെ എനിക്കിതൊന്ന് കാണണമെന്ന്. എന്നിട്ട് മമ്മിക്കിട്ടൊരിതും കൊടുത്ത് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ട് സാറിങ്ങനെ പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ഞാൻ മുറ്റത്തോടിയെത്തി. പോവാ മോളെ, നിൻ്റെ മമ്മിക്ക് കറി ഉണ്ടാക്കാനൊരു ടിപ്സ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. സാർ എന്നോടായിട്ട് പറഞ്ഞിട്ട് ചിരിച്ചു. ഞാനും സാറിൻ്റെ അവിടേക്ക് നല്ല രീതിക്ക് സെറ്റായിട്ട് നിൽക്കുന്നത് എനിക്ക് കാണാം. ഞങ്ങളെങ്ങനെ എസ്റ്റേറ്റിലൂടെ സംസാരിച്ചുകൊണ്ട് നടന്നു. സാറിൻ്റെ തോളിൽ കൈവച്ചിട്ടാണ് നടക്കുന്നത്. പലയിടത്തും ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. മുതലാളി ഉള്ളത് കൊണ്ട് അവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക. ഞങ്ങൾ പല വിഷയവും സംസാരിച്ചു. അതിൽ എൻ്റെ ഭർത്താവുമായി പിരിഞ്ഞ കാര്യവും പെടും. എന്നോട് സാറ് ചോദിച്ചു, എടി മുത്തേ, നിന്നെ അവൻ കെട്ടിക്കൂടെ പുറപ്പിച്ചിട്ട് ഒന്നും ആക്കിയില്ലേ? എനിക്കാണേ നാണവും ചിരിയും ഒക്കെ വന്നു. സാറ് ചിരിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു, ഒന്നും ചെയ്തില്ലേ മോളേന്ന്. സാറേ അത് പറയടി അഞ്ചു. സാറ് വീണ്ടും ചിരിച്ചു. സാറിന് അറിയാൻ ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ വല്ല കാര്യമായിട്ടൊന്നും നടന്നില്ല. നിന്നൊന്നും ഇതാക്കിയില്ലേ എന്ന് വെച്ചാൽ രാത്രി ചെറുതായിട്ട്. അതും പറഞ്ഞ് ഞാനങ്ങ് നിർത്തി. പറമോളെ ബാക്കി. ഞാൻ ചിരിച്ചു. സാറും എന്നിട്ട് എന്നെ തോളിലിങ്ങനെ ചേർത്തതാക്കി. എൻ്റേത് ചെറുതാട്ടോ. അതിങ്ങനെ സാറ് ഓരോന്നാക്കി. എടി അവൻ നിന്നെ ഇതാക്കിയോന്ന്. അത് കേട്ടപ്പോൾ ആളിങ്ങനെ പച്ചക്കാട്ടോ ചോദിച്ചത്. അത് കേട്ടപ്പോൾ എനിക്ക് ആക്കൊരിത്. എന്നിട്ട് ആളെന്നെ കൂടുതൽ ചേർത്ത് പിടിച്ചു. സാറേ, അവൻ ആക്കാറൊക്കെ ഉണ്ട്, പക്ഷേ പെട്ടെന്ന് തന്നെ അവന് പോയി കിട്ടും. എനിക്ക് വരുന്നതിനൊക്കെ മുന്നേ. ആണോ? എനിക്കൊന്നും ആകില്ല. അതുകൊണ്ട് അതിനെ നീ ആദ്യം അവനിക്കിട്ടിതാക്കണം. അങ്ങനെ ആക്കിയിട്ടുണ്ടോ? ഇല്ല, അവൻ എൻ്റേതിലാണ് ഓരോന്നാക്കാറ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നു. ഒരു ബെഞ്ച് കിടക്കുന്ന ഒരിടത്ത് നിന്നു. എന്നിട്ട് സാറ് പറഞ്ഞു, അപ്പോൾ നിൻ്റെ മമ്മിയെപ്പോലെ നീയും അല്ലേ? നിൻ്റെ പപ്പയും നിൻ്റെ കെട്ടിയവനും ഒരുപോലെ ആണല്ലോടി മോളെ. സാറ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി. നിൻ്റെ മമ്മിയെ പപ്പ ഇതാക്കുമ്പോൾ ഒന്നും കിട്ടാറില്ലെന്ന് അവൾ പറയുന്നത്. അതുകൊണ്ട് നിൻ്റെ മമ്മിക്ക് ഞാനാ ഇപ്പോൾ സ്വർഗം കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ സാറിനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. സാർ എൻ്റെ കയ്യിലിതാക്കി. നിൻ്റെ മമ്മി നല്ലൊരിതാണ്, അവളിതാക്കാൻ നല്ല സുഖമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഇന്ന്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എപ്പോൾ? സാറൊരു പുഞ്ചിരി നൽകി ചോദിച്ചു. ഒരു 2 വർഷം മുമ്പ് മമ്മിയെ ബംഗ്ലാവിൽ വെച്ചതാക്കുന്നത് ഞാൻ കണ്ടായിരുന്നു.
അമ്പടി കള്ളി, നീ അപ്പോൾ ഒളിഞ്ഞു നോക്കിയല്ലേ? ഞാനെന്ത് മൂടി. സാറ് ചിരിച്ചു. എന്നിട്ട് നീ എന്നാ ചെയ്തു? ഞാൻ അവളെ ഇതാക്കുന്നത് കണ്ട് നീ എന്തെങ്കിലും ചെയ്തോ? ഏ ഇല്ല, ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ടു. അവിടെ ചെന്നിട്ടാക്കി. ആഹാ, നീ കൊള്ളാലോടി പെണ്ണേ. ഞാൻ ചിരിച്ചു. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ബെഞ്ചിലിരുന്നു. ആളെന്നോട് ചോദിച്ചു, നിൻ്റെ മമ്മിക്കിട്ട് ഞാൻ കൊടുക്കുന്നേ നിനക്ക് ദേഷ്യം ഉണ്ടോടിയെന്ന്. ഏയ് ഇല്ല, ഇപ്പോൾ സാറിൻ്റെ ഇതിൽ മമ്മിയുടെ ഒരു ഇതാ കിട്ടുന്നത് എനിക്ക്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ ആണോടി? അതെ സാറേ, ഇപ്പം മമ്മി ഇതാക്കിയിട്ടല്ലേ സാറ് വന്നത്? അതെ, നല്ല രീതിക്ക് തന്നെ ഇളക്കി വിട്ടിട്ടല്ലേ ഞാൻ വന്നത്. ഞാൻ നിൻ്റെ മുമ്പിലിട്ടുന്ന നിൻ്റെ മമ്മിക്കിട്ട് കൊടുക്കും, നോക്കിക്കോ. അത് കേട്ടപ്പോൾ എനിക്ക് ആക്കങ്ങൊരിതായി. സാറ് പയ്യെ എൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരോന്നാക്കി. ഞാൻ അങ്ങനെ ദൂരേക്ക് നോക്കി. ആ സാറിൻ്റെ ശ്വാസം എടുക്കുന്ന ശബ്ദവും കേട്ട് അങ്ങനെ ലയിച്ചിരുന്നു. അവിടെ ഇവിടെ ആയിട്ട് ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ട്. സാറിൻ്റെ കവളത്തൊരിതാക്കി. മോളെ അഞ്ചു, നീ എന്നെ നിൻ്റെ മമ്മി വിളിക്കുന്ന പോലെ വക്കിച്ചായ എന്ന് വിളിച്ചോടി. ശരി സാറേ, എടി മോളെ അച്ചായാന്ന്. ആളിങ്ങനെ എൻ്റെതാക്കി പറഞ്ഞു. അച്ചായ. അച്ചായൻ എന്നെ ഓരോന്ന് കാട്ടിത്തുടങ്ങി. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ അച്ചായൻ പറയുന്നുണ്ട്, അമ്മേനെ ഞാൻ വർഷങ്ങളോളം ഓരോന്ന് ഇതാക്കി ഇളക്കി നിർത്തിയേക്കാന്ന്. അപ്പോൾ എനിക്കും വേണമെന്ന് തോന്നി. ഞാൻ എന്നെ ആക്കിക്കോളാൻ പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ ഒരു മൊത്തത്തിലങ്ങ് സെറ്റായി. അച്ഛൻ അവിടെ വെച്ചിട്ട് എനിക്കൊന്ന് തന്നോട്ടെ, അതായത് അവിടെ വെച്ചൊന്ന് ചെയ്യാലോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട ചായ, നമുക്ക് താഴെ പോകാമെന്ന്. അവിടെ നിൻ്റെ മമ്മിയില്ലേ? മമ്മിയെ അച്ഛൻ ആക്കൂലോ? ആ അതെ, അവളെ നിന്നെയും കൂടെ ഒരുമിച്ചാക്കിയാലോ? അച്ചായ. അച്ഛൻ എന്നെ ഓരോന്നാക്കി. എന്നിട്ട് നിൻ്റെ മമ്മിയെ പോലെ തന്നെ ആണല്ലോടി നിൻ്റേതും എന്നെ ഓരോന്നതാക്കി പറയുക. അപ്പോഴും അച്ഛൻ്റെ കൈയും ഒന്നും വെറുതെ ഇരിക്കുന്നില്ല, എവിടേക്കോ ഓടിപ്പാഞ്ഞ് കിടക്കുക. എന്നിട്ട് ഓരോന്നാക്കിയിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, എടി കുറച്ച് മുമ്പ് നിൻ്റെ ജോലിക്കാരൻ പറഞ്ഞില്ലേ? ഞാനപ്പോൾ അച്ഛനത് നോക്കി. അത് കഴിഞ്ഞ് നിൻ്റെ മമ്മി അടുക്കളയിൽ വെച്ചതാക്കി. ഞാൻ അവളോട് ചോദിച്ചു, ആ ഞാൻ കണ്ടായിരുന്നു മമ്മീനൊന്ന് ആക്കുന്നത്. ആഹാ, അതും നീ ഒളിഞ്ഞു നോക്കിയോടി കള്ളി. എന്നിട്ടിങ്ങനെ ആളെൻ്റെ അവിടെ പതിയെന്നിതാക്കി. ഞാൻ കണ്ടു അച്ചായ. ഞാൻ നിൻ്റെ മമ്മിയോട് പറഞ്ഞു, ഞാൻ നിൻ്റെ മോളെ എന്നതാക്കിക്കോട്ടെ എന്നിങ്ങനെ ചോദിച്ചു. മമ്മി എന്നാ പറഞ്ഞു? എനിക്ക് ആകാംക്ഷയായി. സാറ് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അവൾ പറയുക പെണ്ണിന് സമ്മതമാണെങ്കിൽ ആക്കിക്കോളൂന്ന്. എനിക്ക് സമ്മതം അച്ചായ. അപ്പോൾ അച്ഛൻ എൻ്റേത് അവിടെ താഴെയില്ലേ അവിടെ ചെറുതായിട്ടൊന്ന് ഇതാക്കി. എനിക്കാണെ എല്ലാം കൂടെ ആയപ്പോൾ മൊത്തത്തിൽ അങ്ങ് ഇളകിയെന്ന് വേണം പറയാൻ. അച്ഛാ, എന്നെ എവിടെയെങ്കിലും ഇട്ടുന്നത് ആക്കച്ചായ. അച്ചായൻ ചിരിച്ചു. എന്നിട്ട് എന്നെ വിട്ട് മാറി നിന്നു. എന്നെ നോക്കി ചിരിച്ചിട്ട് മെല്ലെ താഴോട്ട് നടന്നു. ബാഡി, നമുക്ക് താഴെ പോയിട്ടേ നിൻ്റെ മമ്മിയായിട്ട് ഒരുമിച്ചാവാം. ഞാൻ അച്ചായനൊപ്പം നടന്നു. ആളെന്നെ ചേർത്ത് പിടിച്ച് എനിക്ക് താഴെ മൊത്തത്തിലങ്ങ് സെറ്റായിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളങ്ങനെ ചിരിച്ചും കളിച്ചും തട്ടിയും മുട്ടിയും കൊഞ്ചിയും ബംഗ്ലാവിലെത്തി. എന്നിട്ടിങ്ങനെ ഉള്ളിലേക്ക് കയറി. ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടൊരു 1.5 മണിക്കൂർ കഴിഞ്ഞ്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ മമ്മി പണിയെല്ലാം കഴിഞ്ഞ് ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. എന്നെ വിട്ടിട്ട് മിണ്ടലെന്ന് ആംഗ്യം കാണിച്ച് മെല്ലെ നടന്നു ചെന്നിട്ട് അച്ഛൻ മമ്മിയെ പുറകിനിതാക്കി. മമ്മി ഞെട്ടിത്തിരിഞ്ഞു. മമ്മിയെ ഒന്നിതാക്കി. എന്നിട്ട് മമ്മിയുടെ അതങ്ങനെ ഒന്നിതാക്കി. അതിതെന്ന് പറയുന്നതിന് അതൊന്നും തോന്നില്ല കേട്ടോ, മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. മമ്മി അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തു. അച്ചായ, ഓള് നിൻ്റെ മോളല്ലേ? നിൻ്റെ മോളത്തെല്ലാം മുന്നേ കണ്ടിട്ടുള്ളതാ. മമ്മി അപ്പം എന്നൊന്ന് നോക്കി. ഞാനൊന്ന് പുഞ്ചിരിച്ചു. ഈ അവളെ നോക്കണ്ട, അവൾ നിന്നെപ്പോലെ തന്നെയാണ്, ഒരു മാറ്റമല്ല. നിനക്ക് എത്രത്തോളം ഉണ്ടോ അതിനേക്കാൾ ഇരട്ടിക്കുണ്ട് നിൻ്റെ മോക്ക് ഇളകി നിൽക്കുന്നതേ. രണ്ടാളെയും കൂടെ ഒരുമിച്ചൊന്നാക്കിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. എന്താ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ല രസാവില്ലേ? അമ്മനെയും മോളെയും കൂടെ ഇട്ടിട്ട് ആ എസ്റ്റേറ്റ് മുതലാളി, ആഹാ എന്തല്ലേ.
അപ്പോൾ ഇതിൻ്റെ ബാക്കി നല്ല പച്ചയ്ക്ക് തന്നെ നമ്മുടെ ഗ്രൂപ്പിലിട്ടേക്കാം, അങ്ങോട്ടേക്ക് വന്നോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു കഥയായിട്ട് കണ്ടവരെ ബൈ.